ഇത് നമ്മൾ തലശ്ശേരിക്കാരുടെ കല്ലുമ്മക്കായാണ്. ഇത് ഞാനിപ്പോൾ വൃത്തിയാക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. നല്ല വൃത്തിയായി കഴുകണം. ഇതിൻ്റെ പുറത്തൊക്കെ മണ്ണും കറുത്ത ഒരു പാറ പോലത്തെ സാധനം എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഇതുപോലത്തെ അഴുക്കൊക്കെ പോക്കണം. എല്ലാം വൃത്തിയാക്കി കത്തി കൊണ്ട് ചുരണ്ടി അങ്ങനെ വൃത്തിയാക്കി എടുക്കണം. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പോകണം, അല്ലെങ്കിൽ പൂഴി കടിക്കും. അങ്ങനെ വേവിച്ചെടുത്തു. ഇനി ഇത് തോടിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കണം. വറുക്കാൻ പാകത്തിൽ വേവിച്ചെടുത്തു. ഇതാ ഉണ്ടോ, നമ്മൾ തലശ്ശേരി കല്ലുമ്മക്കായാണിത്. നല്ല വൃത്തിയിൽ കഴുകണം. കഴുകി ഇനിയും കഴുകണം. 4 വട്ടം കഴുകണം. ഇതിൻ്റെ മുകളിലത്തെ എല്ലാ അഴുക്കൊക്കെ പോക്കി ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വേവിക്കാൻ വെക്കണം. ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞു. ഇത് നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുക്കുക. പൂഴി ഉണ്ടാവും അല്ലെങ്കിൽ. ഇങ്ങനെ കഴുകണം. ഒന്നുകൂടി കഴുകണം. അടിയിൽ പൂഴിയുണ്ട്. നല്ല വൃത്തിയായി കഴുകി എടുത്ത് ഇതിന് വറുക്കാൻ വേണ്ടി കുറച്ച് മസാലക്കൂട്ട് ഉണ്ടാക്കുന്നു. 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മസാലപ്പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ചേ വേണ്ടൂ. എന്ന് വെച്ചാൽ ഈ കല്ലുമ്മക്കായ്ക്ക് ഉപ്പ് കുറച്ചുണ്ടാവും. ഇത്തിരി മാത്രം ചേർക്കുക. ഇത്തിരി ചേർത്ത് ഇത്തിരി വെള്ളവും ചേർത്ത് നല്ല മിക്സാക്കി അതിലേക്ക് കല്ലുമ്മക്കായ നന്നായി ചേർത്ത് മിക്സാക്കി ഒരു 5 മിനിറ്റ് വെക്കുക. പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് വെളിച്ചെണ്ണ വെച്ച് ആഡ് ചെയ്തു. ഇനി ഓരോന്നായി നിരത്തി വെക്കണം കല്ലുമ്മക്കായ.
ഇനി അതൊന്ന് പൊരിയുന്നത് വരെ ചെറിയ തീയിൽ, തീ കുറച്ച്, തീ സിമ്മിലാക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ പൊരിഞ്ഞ് വരട്ടെ. ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് വെന്തോ നോക്കി വറുത്ത് വന്ന് ഓരോന്നായി തിരിച്ചിടണം. കല്ലുമ്മക്കായ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച്, ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയായി എടുക്കണം. ചെറിയ തീ. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ റെഡിയായി. ഇനി ചോറെടുത്ത് വെച്ച് തിന്നണം.